ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെത്തി. ഇനി കുറച്ച് ദിവസം ഇവിടുത്തെ വിശേഷങ്ങളുമായി നമുക്ക് വീഡിയോസൊക്കെ കാണാം. ഓക്കെ, നമ്മൾ ഇപ്പോഴേ വീട്ടിൽ നിന്ന് കുറച്ചകലെ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചകലെയുള്ള ഷോപ്പിലേക്ക് പോവുകയാണ്. സാധാരണ പോലെ തന്നെ വീട്ടാവശ്യത്തിന് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തലശ്ശേരി ടൗണിലേക്ക് പോകുന്ന പോലെയല്ല. ഇത് കുറച്ച് വലിയ നഗരമായതുകൊണ്ട് തന്നെ വലിയ റോഡുകളും ഒരുപാട് ദൂരം തോന്നിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കേരളത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഈ കണ്ണൂർ തലശ്ശേരി ഭാഗത്തു നിന്ന് ടൗണിലേക്ക് പോകുന്ന ഒരു പോലെയല്ല ഇവിടെ ഉള്ളത്. വിശാലമായ റോഡും അങ്ങനെ നല്ലൊരു വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ദൂരം പോകണമെന്ന് തോന്നും. ഈ റോഡിൻ്റെ പേര് KK നഗർ എന്നാണ്. ഇവിടെ CM ഒക്കെ പോകുമ്പോൾ അവിടെയുള്ള ആഘോഷം, ജനങ്ങളുടെ പാട്ടൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത് കേൾക്കാം. നമ്മുടെ നാട് പോലെയല്ല, ഭയങ്കര വ്യത്യാസമാണ്. ഇത് പോട്ടെ കുറച്ചാണ് നോക്കാം. ഞങ്ങൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ KK നഗർ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ കണ്ണൂരും കോഴിക്കോടും ഒന്നിച്ച് വെച്ചാൽ അത്രയുള്ള വലിപ്പമുണ്ട്. വലിയ സ്ഥലമാണ്. പക്ഷേ തമിഴ്നാട്ടിലൊരു ചെറിയൊരു സ്ഥലമാണ്. ആ ഒരു ചെറിയ സ്ഥലത്ത് CM വരുമ്പോൾ ഉള്ള ജനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്, അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടായ്മയാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇത്ര ബിൽഡപ്പെല്ലാം ഇട്ട് നമ്മൾ പോകുന്നത് എന്തിനാ? ചിക്കൻ മേടിക്കാനാണ്. ഇന്നത്തെ കറിക്കുള്ളത് ചിക്കനാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് തിരക്ക് പിടിച്ചേ പോകുന്നത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ എയർപോർട്ട് എങ്ങനെയാണ്? കോഴിക്കോടായാലും കണ്ണൂരായാലും കുറച്ച് ഉള്ളോട്ടായിരിക്കും. അതിന് പ്രത്യേക റോഡൊക്കെ ആയിരിക്കും. ഇത് കണ്ടോ, ഇവിടെ ഒരു മെയിൻ റോഡിന് തന്നെയാണ് എയർപോർട്ട് ഇരിക്കുന്നത്. അതാണ് നമ്മളെ നാടും ഈ നാടും തമ്മിലുള്ള വലിയ വ്യത്യാസം. ഇവിടെ വലിയ റോഡുകളും വലിയ സിറ്റീസൊക്കെയാണ്. നമ്മുടെ കണ്ണൂരും കോഴിക്കോടൊന്നും പോലെയല്ല. അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും കാണാം.